അമ്മായിയമ്മമാരുടെ ശ്രദ്ധയ്ക്ക് വീട്ടിലേക്ക് പുതിയൊരു പെൺകുട്ടി വരുമ്പോൾ, 1. അവൾ നിന്റെ വീട്ടിലേക്ക് വന്നത് ജോലി ചെയ്യാനല്ല, നിന്റെ മകൻ്റെ ഭാര്യയായിട്ടാണ്. 2. ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന വാചകം അവളുടെ കഴുത്തിലേക്കുള്ള കയറാകരുത്. അവളുടെ വീട്ടിൽ നിന്നുള്ള ശീലങ്ങൾ തെറ്റാണെന്ന് ഉടൻ വിധിക്കരുത്. ഓരോ വീടിനും ഓരോ രീതിയുണ്ട്. നിന്റെ മകനെ അവളുടെ വിരുദ്ധമായി തിരിക്കരുത്. അതൊരു കുടുംബത്തെ 2 ഭാഗമാക്കും. അവൾക്ക് അമ്മയെയും അച്ഛനെയും വിട്ടുവന്ന വേദനയുണ്ടെന്ന് മറക്കരുത്. എല്ലാം സഹിക്കേണ്ടത് മരുമകളുടെ കടമയാണെന്ന് കരുതരുത്. അവൾക്കും മനസ്സുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ അവളെ കുറ്റപ്പെടുത്തരുത്. അപമാനം ഒരിക്കലും സ്നേഹം സൃഷ്ടിക്കില്ല. എൻ്റെ മകൻ എന്ന വാക്ക് അവളുടെ ഭർത്താവ് എന്ന സത്യത്തെ മായ്ച്ചു കളയരുത്. അവൾക്ക് സമയം കൊടുക്കുക. പുതിയ വീട്ടിലേക്ക് ഒത്തുചേരാൻ സമയം വേണം. അവൾക്ക് സമയം കൊടുക്കുക. പുതിയ വീട്ടിലേക്ക് ഒത്തുചേരാൻ സമയം വേണം. അവളുടെ ഭക്ഷണം, വസ്ത്രം, സംസാര ശൈലി എല്ലാം പരിഹസിക്കേണ്ട വിഷയങ്ങളല്ല. നിന്റെ ജീവിതാനുഭവം അവൾക്ക് മാർഗനിർദ്ദേശമാകട്ടെ, ഭീഷണിയാകരുത്. അവൾ പിഴച്ചാൽ ശിക്ഷിക്കാനല്ല, പഠിപ്പിക്കാനാണ് നീ എന്ന അമ്മ. ഞാൻ സഹിച്ചു, നീയും സഹിക്കണം എന്ന ചിന്തയാണ് പല വീടുകളും തകർക്കുന്നത്. അവളെ നിയന്ത്രിക്കാനല്ല, കൂടെ ചേർത്ത് നിർത്താനാണ് ബന്ധങ്ങൾ. അവളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുക. മൗനം പലപ്പോഴും വേദനയുടെ അടയാളമാണ്. മകൻ്റെ സ്നേഹത്തിൽ അസൂയപ്പെടരുത്. അത് നിനക്കുള്ള നഷ്ടമല്ല, കുടുംബത്തിൻ്റെ വളർച്ചയാണ്. അവൾ ജോലി ചെയ്താലും വീട്ടിലിരുന്നാലും അവളുടെ മൂല്യം കുറയുന്നില്ല. ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി അവളുടെ ജീവിതം മുഴുവൻ മാറ്റിയേക്കാം. മരുമകളെ മകളായി കാണാൻ കഴിഞ്ഞാൽ വീട് സ്വർഗമാകും. ഓർക്കുക, നീ അവളോട് എങ്ങനെ പെരുമാറുന്നുവോ നാളെ നിനക്ക് അതുതന്നെയാണ് തിരിച്ചു കിട്ടുക. മരുമകളെ പീഡിപ്പിക്കുന്ന വീടുകൾ അല്ല, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന വീടുകളാണ് സമൂഹത്തിന് മാതൃകയാകേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്.